കഴിഞ്ഞ 12 ദിവസമായി ജാർഖണ്ഡിൽ ജെപിഎസ്സി, ജെഎസ്എസ്സി പരീക്ഷാ പേപ്പർ ലീക്കിനെതിരെ സ്റ്റുഡൻസ് പ്രതിഷേധം നടത്തുകയാണ്. അവിടേക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഭിഷേക് തിപ്കെ, സൗരഭ് ദാസ്, അശുതോഷ് രംഗ, വിജേത ദഹിയ, രത്ന സിംഗ് എന്നിവർ എത്തിയിട്ടില്ല. അവരോട് ചോദിച്ചപ്പോൾ അഭിഷേക് തിപ്കെ പറഞ്ഞത് തനിക്ക് ടൈഫോയിഡ് ആയതിനാൽ വീട്ടിലിരുന്ന് പ്രതിഷേധത്തെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന്. അവർ നീറ്റ് പരീക്ഷാ പേപ്പർ ലീക്കിനെതിരെ രൂപീകരിച്ച പാർട്ടിയല്ലേ, അതുകൊണ്ടായിരിക്കും. എന്നാൽ സോ കോൾഡ് ആക്ടിവിസ്റ്റായ സോനം വാങ്ചു, അരുന്ധതി റോയ്, പ്രശാന്ത് ഭൂഷൺ, യോഗേന്ദ്ര യാദവ്, അഞ്ജലി ഭരദ്വാജ്, രാകേഷ് ടിക്കേത് ഇവർ സെൻട്രൽ ഗവൺമെന്റിനെതിരെ മാത്രമല്ലേ ആക്ടിവിസം ചെയ്യാറുള്ളൂ, അതുകൊണ്ടായിരിക്കും. സോ കോൾഡ് മീഡിയ ഇൻഫ്ലുവൻസറായ ധ്രുവ് റാട്ടി, കുനാൽ കാമ്ര, ഉർഫി ജാദവ്, പൂനം പാണ്ഡെ, ശ്രദ്ധ സിംഗ്, റിയ അഹീര ഇവർ ഇന്ത്യ അലയൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ആയിരിക്കുമല്ലോ. ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് സ്വര ഭാസ്കർ, പ്രകാശ് രാജ്, ഷബാന ആസ്മി, നസുദ്ദീൻ ഷാ, സോനാക്ഷി സിൻഹ, അനുരാഗ് കശ്യപ്, ദിയ മിർസ, ടൊവിനോ തോമസ്, രഞ്ജിനി ഹരിദാസ് ഇവർക്ക് പണം കിട്ടിയിട്ടില്ലായിരിക്കും. പണം കിട്ടാതെ ട്വീറ്റും റീലും ചെയ്യാറില്ലല്ലോ ഇവർ. പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ ലീഡേഴ്സും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ശരത് പവാർ, സുപ്രിയ സുലെ, അഖിലേഷ് യാദവ്, ഡിംപിൾ യാദവ്, ഉദ്ധവ് ഠാക്കറെ, തോമസ് ഐസക്, എം.എ. ബേബി, മമതാ ബാനർജി ഇവർ ബി.ജെ.പി റൂൾ സ്റ്റേറ്റിനെതിരെ മാത്രമല്ലേ പ്രതികരിക്കാറുള്ളൂ. ഭീം ആർമി, ഓൾ ഇന്ത്യ സ്റ്റുഡൻറ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ, സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇവർ ലെഫ്റ്റ് വിങ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അല്ലേ. പിന്നെ മീഡിയ ജേർണലിസ്റ്റ്, BBC, അൽ ജസീറ, ദ ഹിന്ദു, ദ പ്രിന്റ്, കൈരളി, റിപ്പോർട്ടർ ഈ നെറേറ്റീവ് അവരുടെ എജൻഡയിൽ സെറ്റാവില്ലല്ലോ. കഷ്ടം.